1984 ജിജോ പുന്നൂസ് സംവിധാനം ചെയ്ത് രഘുനാഥ് പല്ലേരി തിരക്കഥ എഴുതി മലയാള സിനിമയുടെ ഇന്ത്യൻ സിനിമയുടെ തന്നെ ആദ്യത്തെ 3D സിനിമ. നമസ്കാരം, പേര് വിഷ്ണു. എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഇറങ്ങിയിട്ട് 40 വർഷങ്ങൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിൻ്റെ കുട്ടിച്ചാത്തന് 40 വയസ്സായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 2024 തന്നെ മലയാളം ഇൻഡസ്ട്രി വളരെ ചെറിയൊരു ഇൻഡസ്ട്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എങ്കിൽ പോലും 40 വർഷങ്ങൾക്ക് മുൻപ് അപ്പോൾ ആ ഇൻഡസ്ട്രി എത്ര ചെറുതായിരിക്കും. ആ കാലഘട്ടത്തിൽ തന്നെ 3D പോലൊരു ടെക്നോളജി ഇന്ത്യൻ സിനിമയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ജിജോ പുന്നൂസിനെ പോലെ ഒരു ഡയറക്ടറിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരു പരീക്ഷണാർത്ഥം ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിൽ പോലും അത് വളരെ വലിയൊരു സക്സസ് ആയ ഒരു ടെക്നോളജി ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. മലയാളത്തിലെ ആദ്യത്തെ ഒരു പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ മൈ ഡിയർ കുട്ടിച്ചാത്തനെ വിശേഷിപ്പിക്കേണ്ടി വരും. നവോദയ സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ നവോദയ അപ്പച്ചനാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. 45 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്ന് പറയപ്പെടുന്നത്. 10 കോടി രൂപയോളം സിനിമ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തു എന്ന് പറയപ്പെടുന്നു. കണക്കുകൾ എത്ര കൃത്യമാണെന്ന് എനിക്ക് അറിയത്തില്ല. 365 ദിവസം ഓടിയ ഒരു മലയാള ചിത്രവും കൂടിയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ. ഈ സിനിമയിലെ മ്യൂസിക് അന്ന് ചെയ്തത് ഇളയരാജയായിരുന്നു. ബിച്ചു തിരുമലയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ലിറിക്സ് എഴുതിയിരിക്കുന്നത്. 5ഓളം ഗാനങ്ങളാണ് സിനിമ വന്നിരിക്കുന്നത്. അതുപോലെ ആലിപ്പഴം പെറുക്കാം എന്ന പാട്ട് പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയുന്നൊരു പാട്ടുമല്ല. എസ്പെഷ്യലി ആ സിനിമയുടെ ആ ഒരു വീഡിയോ, ആ ഒരു ദൃശ്യം ചിത്രീകരിക്കുന്ന രീതി, തലകീഴായിട്ട് ചിത്രീകരിച്ച രീതിയൊക്കെ ഇന്നും പലർക്കും വളരെയധികം കൗതുകം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അന്ന് ഈ സിനിമയിലെ സിനിമോട്ടോഗ്രാഫി കൈവരിച്ചത് അശോക് കുമാർ എന്ന സിനിമോട്ടോഗ്രാഫറാണ്. എഡിറ്റർ ആയിട്ടുള്ളത് TR ശേഖർ എന്നൊരു എഡിറ്ററായിരുന്നു. സോ ഈ സിനിമയ്ക്ക് വേണ്ടി ഒരു ടെക്നോളജി, അന്നത്തെ കാലത്ത് ഒരു ടെക്നോളജി ക്രിയേറ്റ് ചെയ്തായിരുന്നു ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിനിമയിൽ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ഇന്ന് കാണുമ്പോൾ പോലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടാവും 40 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. ഈ സിനിമ നോക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ 1984 കേരള നിയമസഭയിൽ തന്നെ ഈ സിനിമ അന്ന് അവിടെ ഉള്ള മന്ത്രിമാർക്ക് വേണ്ടി ഇട്ട് കാണിച്ചൊരു സിനിമയായിരുന്നു. അത്രയ്ക്ക് ഒരു വലിയൊരു സംഭവമായിട്ട് തന്നെയാണ് ഈ സിനിമ ആ സമയത്ത് തന്നെ റിലീസായത്. അതുമാത്രമല്ല, ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ സൂപ്പർ സ്റ്റാർസ് ഈ പടം പ്രൊമോട്ട് ചെയ്തിരുന്നു. മലയാളത്തിൽ നിന്നും പ്രേം നസീറും, തമിഴിൽ നിന്നും രജനീകാന്തും, തെലുങ്കിൽ നിന്നും അന്നത്തെ മെഗാസ്റ്റാർ ആയിരുന്ന ചിരഞ്ജീവിയും ഈ പടം പ്രൊമോട്ട് ചെയ്തിരുന്നു. ഈ പടം ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് തന്നെ വളരെ വലിയ അഭിമാനം ഉണ്ടായിക്കൊടുത്തൊരു സിനിമകൾ ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2024 റീ റിലീസുകൾ ആഘോഷിക്കുന്ന കാലഘട്ടത്ത് റീ റിലീസ് എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ 1997 റീ റിലീസ് ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടിയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഈ സിനിമ. ആ സമയത്ത് സിനിമയിൽ 2-3 പുതിയ ഷോട്ടുകളും കൂടെ ഷൂട്ട് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ DGS സിനിമയും ഇത് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ സിനിമ ഞാൻ പാൻ ഇന്ത്യൻ സിനിമ, മലയാളത്തിലെ ആദ്യത്തെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് തന്നെ വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1998 ഈ സിനിമ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഹിന്ദി ആക്ടേഴ്സിനെ വെച്ച് അവരുടെ കുറച്ച് പോർഷൻ ഷൂട്ട് ചെയ്ത് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിൽ ഇതിനെ ചോട്ടാ ചേട്ടൻ എന്ന പേരിൽ ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹിന്ദിയിലും ഈ പടം ഏകദേശം 1.5 കോടിയോളം രൂപ ബോക്സ് ഓഫീസിൽ നേടിയെന്ന് പറയപ്പെടുന്നു. 2010 ഈ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. തമിഴിലേക്ക് ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രകാശ് രാജ്, സന്താനം പോലുള്ള ആക്ടേഴ്സിനെ വെച്ച് കുറച്ച് പോർഷനും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ചുട്ടിച്ചാത്തൻ എന്ന പേരിലായിരുന്നു തമിഴിൽ ഈ പടം ഡബ് ചെയ്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 2011 ഈ സിനിമ റീമാസ്റ്റേർഡ് വേർഷൻ പിന്നെ തിയേറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇന്നാണ് നമ്മൾ റീ റിലീസുകൾ ആഘോഷിക്കുമ്പോൾ റീ റിലീസുകൾ എന്ന് കേൾക്കുന്നതിന് മുമ്പ് തന്നെ റിലീസ് ആഘോഷിച്ച ഒരു സിനിമയും കൂടിയായിരുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ഈ ചിത്രം എത്ര പേര് 3Dയിൽ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ 3Dയിൽ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. പലതവണ TV ഇട്ടപ്പോൾ സിനിമ മുഴുവനായിട്ടൊന്ന് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. രഘുനാഥ് പല്ലേരിയായിരുന്നു സിനിമയുടെ തിരക്കഥ അന്ന് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഥകൾ എങ്ങനെയാണെന്ന് നമുക്ക് തന്നെ അറിയാം. വളരെ രസകരമായ ഒരു മുത്തശ്ശി കഥ കാണുമ്പോൾ ഇപ്പോഴും ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാനുള്ള വളരെ ഒരു കഥ കാണുമ്പോൾ ഒരു എഫേർട്ട്, ഒരു എഫേർട്ട്ലെസ്സിനാണ് അദ്ദേഹം ഈ സിനിമ ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജിജോ പുന്നൂസിൻ്റെ ഡിറക്ഷനും ഈ സിനിമയ്ക്ക് വളരെ ഒരു സുപ്രീമായിട്ട് നിൽക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ അതിനൊക്കെ പുറമെ ഇതിൽ ആക്ടേഴ്സിന് ഇതിൽ മെയിനായിട്ട് വരുന്ന 4 കുട്ടികൾ തന്നെയാണ്. ആൻഡ് അവരുടെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ആൻഡ് ഇന്നൊക്കെ അവർക്ക് ഒരുപാട് പ്രായമായി, ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ അത്രയ്ക്ക് ആൾക്കാരുമല്ല. സോ ആ സമയത്ത് ആ കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ ഈ സിനിമയിലെ കഥ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കഥ തന്നെയാണ്. കുട്ടിച്ചാത്തൻ എന്ന് പറയുന്ന ഒരു എൻറ്റിറ്റി, ഒരു മാജിക്കൽ എൻറ്റിറ്റി, അതിനെ പിടിച്ചു
വിളിക്കുന്ന ഒരു ഈവിളായിട്ടുള്ള ഒരു സോസർ, ഒരു മന്ത്രവാദി. ആ സോസറിൻ്റെ കയ്യിൽ നിന്നും ഈ കുട്ടിച്ചാത്തനെ രക്ഷപ്പെടുത്തുന്ന 3 കുട്ടികൾ. തുടർന്ന് ഇവർക്ക് തമ്മിലുണ്ടാവുന്ന സൗഹൃദം. ചാത്തൻ എന്ത് സംഭവിച്ചു? ഈ ദുഷ്ടനായ മന്ത്രവാദി ചാത്തനെ പിടികൂടിയോ? ഈ കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു? ക്ലൈമാക്സിൽ ചാത്തൻ എന്തായി എന്ന് പറയുന്ന ഒരു സിനിമയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ട് കരഞ്ഞ നൂറുകണക്കിന് ആൾക്കാരിൽ ഞാനും ഒരാളാണ്, ചെറുതിലേക്ക്. സോ ഈ സിനിമ ലേറ്റസ്റ്റ് ആയിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. ഈ സിനിമ 3Dയിൽ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ആരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റൊരു കാണാം. അതുവരേക്കും ബൈ.